ബഹുമാന്യനായ ഉദ്ഘാടകൻ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവർകൾ, സ്വാഗതം ആശംസിച്ച ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരൻ അവർകൾ, നമ്മുടെ എം പി ഡോക്ടർ ശശി തരൂർ, പ്രിയപ്പെട്ട മേയർ വി വി രാജേഷ്, മുഖ്യാതിഥി ബഹുമാന്യനായ മലയാളിയുടെ എല്ലാം പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ശ്രീ കുഞ്ചാക്കോ ബോബൻ അവർകൾ, MLA-മാരായ അവർ വിവിധ കമ്മിറ്റികളുടെ ചെയർമാന്മാരുമാണ് ശ്രീ ജി ആർ അനിൽ, എം വിൻസെൻറ്റ്, എൻ ശക്തൻ, ശ്രീ ജി സ്റ്റീഫൻ, രമ്യ ഹരിദാസ്, സുധീർ ഷാ പാലോട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയദർശിനി, ബഹുമാന്യനായ നമ്മുടെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ IAS, പ്രിയപ്പെട്ട ഈ വാർഡിൻ്റെ കൗൺസിലർ ക്ലീറ്റസ്, നമ്മുടെ ടൂറിസത്തിൻ്റെ സെക്രട്ടറി ശ്രീ കെ ബിജു IAS, ഡയറക്ടർ അഞ്ജന IAS, അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ്, മറ്റ് ബഹുമാന്യരെ, ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും തന്നെ മുതിരുന്നില്ല. കാരണം സമയബന്ധിതമായി എല്ലാ ചടങ്ങുകളും നമുക്ക് പൂർത്തിയാക്കണം. ഒരാൾ കൂടി അതിഥിയായി ഉണ്ട്. ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്, അല്പം കഴിഞ്ഞെത്തും. പത്മഭൂഷൺ ചലച്ചിത്ര താരം ശോഭനയും ഈ വേദിയിൽ നമ്മളോടൊപ്പമുണ്ട്. അല്പസമയത്തിനകം ബഹുമാന്യയായ ശ്രീമതി ശോഭനയും എത്തും. അവരെയും സ്വാഗതം ചെയ്യുന്നു. ഓണമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരാഘോഷം മാത്രമല്ല, മലയാളിയുടെ ജീവിതത്തെ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള ഒരു വലിയ അവസരം കൂടിയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ സാംസ്കാരിക മുഖം ലോകത്തിന് മുമ്പിൽ ആകർഷകമായി അവതരിപ്പിക്കാനാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഓണത്തിൻ്റെ അവസരത്തെ വിനിയോഗിക്കുന്നത്. ഇത് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരാഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 35 വേദിയാണ് തിരുവനന്തപുരത്ത്. അതിൽ 340 പരിപാടികളാണ് 7 ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്നത്. 3000 കലാകാരന്മാരാണ് അതിൽ പങ്കെടുക്കുന്നത്. അതുകൂടാതെ 13 വേദികളിലായി 8000 കലാകാരന്മാർ, 13 ജില്ലകളിലായി 8000 കലാകാരന്മാർ 7 ദിവസം കലാവിരുന്ന് അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ യോഗം മുതൽ ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഗവൺമെൻറ്റിൻ്റെ മിഷനറി എല്ലാം ഈ സംവിധാനങ്ങൾക്കെല്ലാം ഒപ്പം നിന്നു. നമ്മുടെ എല്ലാ MLA-മാരും മേയറും എല്ലാം ഇതിൻ്റെ സംഘാടക സമിതിയായിരുന്നു. അവരെല്ലാവരും കൂടെ ഒരുമിച്ച്, ഞങ്ങളെല്ലാവരും കൂടെ കഴിഞ്ഞ ഒരു മാസമായി അതിൽ വൈസ് ചെയർമാന്മാർ ഇവിടെ സദസ്സിലുണ്ട്, അംഗങ്ങളുണ്ട്. അവരോടെല്ലാം ഒരു വാക്കിൽ നന്ദി പറയുകയാണ്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് ഒന്നും തന്നെ കടക്കുന്നില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM നമ്മൾ ഈ വർഷം മുതൽ ഈ നിശാഗന്ധിയിൽ എല്ലാ ദിവസവും, ഇന്നിപ്പോൾ ശോഭന അവതരിപ്പിക്കുന്ന നൃത്തമാണ്, പക്ഷേ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാടിൻ്റെ മുടിയേറ്റ്, തോൽപ്പാവക്കുത്ത്, പടയണി, അർജുന നൃത്തം, പൂതനും തിറയും, ഇതെല്ലാം നിശാഗന്ധിയിൽ 6 മണി മുതൽ 7 മണി വരെ നിശാഗന്ധിയിൽ അവതരിപ്പിക്കുകയാണ്. ഇത് കാണാനുള്ള അവസരം വിദേശ വിനോദസഞ്ചാരികൾക്കും നമ്മുടെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയവർക്കും എല്ലാം അതിനൊരു അവസരമുണ്ട്. തീർച്ചയായും മലയാളി എവിടെയാണെങ്കിലും ഓണമാകുമ്പോൾ ഓണാകും. തിരുവനന്തപുരത്ത് ആളുകൾ ഇന്നലെ മുതലേ ഓണായി കഴിഞ്ഞു. ഇനി 7 ദിവസം ഇത് അനന്തപുരമല്ല, ഇത് ആനന്ദപുരമായി മാറുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി വരവേൽക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.